ഹായ് വ്യൂവേഴ്സ്. അപ്പോൾ ദേ ഇന്ന് ഞാൻ എൻ്റെ മക്കളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബ്ലാക്കി. ബ്ലാക്കി ബ്ലാക്കി ബ്ലാക്കിയേ കാര്യമായിട്ട് എന്തോ പിടിക്കാനുള്ള ശ്രമത്തിലാണേ. ഉച്ചക്കത്തെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാ റെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. ബ്ലാക്ക് കുട്ടാ, ബ്ലാക്കി വിളിക്കുമ്പോൾ മാത്രമേ മൈൻഡുള്ളൂ. ആള് നാടൻ പട്ടി തന്നെയാണ് കേട്ടോ. പക്ഷെ അതിലെന്തോ ക്രോസ് ബ്രീഡാണെന്ന് തോന്നുന്നു. ശരിക്കും തനി നാടൻ പട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു മെച്ചമൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. നല്ല സൈസും ഉണ്ട്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, സൗണ്ടൊക്കെ ഭയങ്കര മുഴക്കമുള്ള സൗണ്ടാണ്. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒത്തിരി പേടി തോന്നും കേട്ടോ. പക്ഷെ ആൾ പാവമാണ്. പാവം എന്ന് പറഞ്ഞാൽ അത്രയും പാവമാണ്. ഭയങ്കര പേടിത്തൊണ്ടനാണ്. നല്ല പേടിത്തൊണ്ടെന്ന് പറഞ്ഞാൽ നല്ല പേടിത്തൊണ്ടനാണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പിടിച്ച് കടിക്കും അങ്ങനെയൊക്കെ. പക്ഷെ ആൾ ഭയങ്കര പാവമാണ്. വായിൽ കൈ ഇട്ടാൽ പോലും കടിക്കില്ല, അത്രയും പാവമാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സൗണ്ടാണ്. സൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വരെ നമുക്ക് തോന്നി പോട്ടോ. അപ്പോൾ ഇത് എന്നെ നോക്കി കിടക്കുക. അമ്മയുടെ പൊണ്ണ് എന്തിട്ടാണ്, അമ്മയുടെ പൊണ്ണ് എന്തിച്ചാണ് ബ്ലാക്കി, അമ്മയുടെ പൊന്നി. അങ്ങോട്ട് തിരിഞ്ഞോട്ടാ. അണ്ടടി എൻ്റെ പൊന്നാ, അന്തേ പുറത്തേക്ക് അഴിച്ചൊന്നും വിടില്ല കേട്ടാ. എപ്പോഴും കൂട്ടിൽ തന്നെയാണ്. പിന്നെ കുറച്ച് നേരം കൂടെ തുറന്നിടുമ്പോൾ ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കയറി കിടക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ വേണം തുറന്നു വിടില്ല. കാരണം റോട്ടിൽ കൂടെ വേറെ ഏതെങ്കിലും പട്ടികളൊക്കെ പോകണോണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വലിച്ചിലാണ്. അങ്ങനെ വലിക്കുമ്പോൾ അവരെ പിടിക്കാൻ വേണ്ടി ചാട്ടാണ്. ചാടുമ്പോൾ എങ്ങാനും കഴുത്തിലെ ബെൽറ്റ് എങ്ങാനും ഊരി പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ തുറന്ന് വിടാറേ ഇല്ല. ഞാനിവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ച് നേരം ഒന്ന് കൂട് തുറന്നു വിടും. പക്ഷെ എന്നാലും അവന് ഇഷ്ടം കൂടിനുള്ളിൽ കിടക്കണം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അവരോടൊക്കെ മാന്തി കുറേ കോട്ടയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് അവൻ്റെ കരവിരുത് ഒരു എൻ്റർടൈൻമെൻ്റാണ് അതൊക്കെ. ആ ഒരു പാത്രം കണ്ട, ആ ഒരു പാത്രം നിറച്ച് ചോറ് കൊടുക്കും കേട്ടോ. ഉച്ചയ്ക്കും അതുപോലെ വൈകുന്നേരമാണ് ഭക്ഷണം കൊടുക്കുക. രാവിലെ കൊടുക്കാറില്ല. രാവിലെ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോകണം, നമ്മുടെ സൗകര്യം നോക്കിയിട്ടാണ് കേട്ടോ. കുഞ്ഞിലേ തൊട്ട് അങ്ങനെ തന്നെയാണ്. അപ്പം കുഞ്ഞായിരുന്നപ്പം 3 നേരം ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിത്തിരി കുറച്ച് 2 നേരം അത് മറ്റേ ചിക്കൻ്റെ ബോണുണ്ടല്ലോ, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക.